നീ പോയത് മരണം കൊണ്ടല്ല, ഞാൻ നിന്നെ അവിടെ വിട്ടുപോയത് കൊണ്ടാണെന്നുള്ള ഒറ്റ വാക്കിലുണ്ട് ഈ സിനിമയുടെ കോർ പ്ലോട്ട്. ശരിക്കും സർവമായ അഖിൽ സത്യൻ ഡയറക്റ്റ് ചെയ്യുമ്പോൾ മലയാള സിനിമയ്ക്ക് ക്രിസ്മസ് കാലത്ത് ഒരു ഗംഭീര വിരുന്നാകുമെന്ന് പെട്ടെന്ന് പ്രതീക്ഷ കാണത്തില്ലായിരിക്കും. കാര്യം ഒരു മാജിക്കൽ റിയലിസം ഫീൽ ചെയ്യുന്നൊരു സിനിമയാണിത്. കാര്യം അങ്ങനെയുള്ള സിനിമകൾക്കുണ്ടാകേണ്ട പ്രത്യേകതകൾ നമുക്കറിയാമല്ലോ. പ്രത്യേകിച്ച് ഒരു സൂപ്പർ നാച്ചുറലായിട്ടുള്ള എലമെൻറ്റ്സ് സിനിമയിൽ വർക്കൗട്ട് ചെയ്യുക എന്നുള്ളത് സർവ്വപ്രധാനമാണ്. ആ പ്ലോട്ടിനെ പ്രേക്ഷകരുടെ ഇമോഷനിലേക്ക് കണക്ട് ചെയ്യുക എന്നുള്ള ഒറ്റ കാര്യത്തിൽ അഖിൽ സത്യൻ ഉപയോഗിച്ചിരിക്കുന്ന സ്ക്രീൻ പ്ലേ ഗംഭീരമാണ്. കാര്യം ഈ ഇങ്ങനെയുള്ള പ്രമേയങ്ങളൊക്കെ സാധാരണ രീതിയിൽ പ്രേക്ഷകരിലേക്ക് കൺവിൻസ് ആകണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻ പ്ലേക്കൊപ്പം തന്നെ അത് പ്രേക്ഷകരിലേക്ക്, പ്രത്യേകിച്ച് ഫാമിലി ഓഡിയൻസിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു കഥയോ അല്ലെങ്കിൽ കഥാസന്ദർഭങ്ങളോ, പ്രത്യേകിച്ച് കഥാപരിസരങ്ങളെന്ന് പറയുന്നതായിരിക്കും എപ്പോഴും നല്ലത്. കാര്യം ആ ഒരു ലെവലിലേക്ക് ഇവർക്ക് ഇതിൻ്റെ ഒരു സ്ക്രീൻ പ്ലേയെ വർക്കൗട്ട് ചെയ്ത് കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളതാണ് ഈ സിനിമയുടെ ഏറ്റവും മികച്ച വശങ്ങളിലൊന്ന്. കാര്യം ഇതൊരു എയ്ത്തിസ്റ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിൻ്റെ പുള്ളിയുടെ ലൈഫിലെ ഒരു കഥയായിട്ടാണ് ഇതിനെ അവർ വർക്കൗട്ട് ചെയ്തിരിക്കുന്നത്. ശരിക്കും ദൈവത്തിലും ആത്മാവിലും മരണാനന്തരമുള്ള ജീവിതങ്ങളിലും ഒന്നും വിശ്വസിക്കാത്ത ഒരു എയ്ത്തിസ്റ്റ് എങ്ങനെ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ക്യാരക്ടറിലേക്ക് ഒരു പ്രേതം അങ്ങനെ ഒരു കണക്റ്റീവ് വന്നു കഴിഞ്ഞാൽ ശരിക്കും അത് അയാളുടെ ജീവിതത്തിനെ അതെങ്ങനെയൊക്കെ സ്വാധീനിക്കും, അതെങ്ങനെയാണ് മുമ്പോട്ട് ആ കഥയെ കൊണ്ടുപോകുന്നത് എന്നുള്ള വിവിധ വശങ്ങളാണ് ഈ സിനിമയുടെ കഥാപരിസരങ്ങളിലൂടെ അവർ വർക്കൗട്ട് ചെയ്തിരിക്കുന്നത്. ശരിക്കും ഒരു പ്രേതത്തിൻ്റെ പോർഷൻ എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും നമ്മളെപ്പോഴും അദ്ദേഹത്തിന് പ്രേതത്തിൻ്റെ ക്യാരക്ടറിന് ഉണ്ടാകാവുന്ന ഒരു മോട്ടീവ് എപ്പോഴും ഉണ്ടാകും. പ്രത്യേകിച്ച് നിവിൻ പോളിയുടെ ക്യാരക്ടറാണ് എയ്ത്തിസ്റ്റിൻ്റെ റോൾ ചെയ്തിരിക്കുന്നത്. റിയ ഷിബു ആണ് ഇവിടെ പ്രേതത്തിൻ്റെ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഒരു ജെൻസി പ്രേതം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. പ്രത്യേകിച്ച് ഈ അന്തിക്കാട് ഫാമിലിയുടെ സിനിമകളിലൊക്കെ നമുക്ക് വളരെ ശ്രദ്ധിച്ചാൽ അറിയാം, 2 ക്യാരക്ടേഴ്സ് പ്ലോട്ടുകളെ, അവരുടെ ഇമോഷൻസുകളെ അവർ സിനിമയിലുടനീളം വർക്കൗട്ട് ചെയ്തിട്ട് അതിനൊരു ഭയങ്കരമായ ഇമോഷൻ സിനിമയുടെ എൻഡിങ്ങിൽ ഫിക്സ് ചെയ്യുന്നൊരു പരിപാടി ഇവർ കൃത്യമായി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അത് ഈ സിനിമയിലും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് നിവിൻ പോളിയും റിയ ഷിബുവിൻ്റെയും കഥാപാത്രങ്ങളെ കണക്ട് ചെയ്യുന്നത്. പ്രത്യേകിച്ച് പറഞ്ഞു നമ്മളൊരു പ്രേതത്തിൻ്റെ ക്യാരക്ടറാണെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു പ്രേതത്തിൻ്റെ ക്യാരക്ടർ വന്നാൽ സ്വാഭാവികമായിട്ടും പ്രേതത്തിൻ്റെ ക്യാരക്ടറിന് എന്തെങ്കിലും ഒരു മോട്ടീവ് ഉണ്ടാകും. അല്ലെങ്കിൽ ആ മോട്ടീവ് എൻ്റെ യഥാർത്ഥമായ ഒരു പക്ഷേ ചിലപ്പോൾ ഒരു റിവഞ്ച് ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളൊക്കെ ആയിരിക്കാം. പക്ഷേ അല്ലെങ്കിൽ ആ ക്യാരക്ടറിന് അദ്ദേഹമായിട്ട് അല്ലെങ്കിൽ മറ്റേ ക്യാരക്ടറുമായിട്ടുള്ള ബന്ധം എന്ത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരമാണ് ഈ സിനിമ തേടിപ്പോകുന്നത്. അത് ഇവർ പ്രേക്ഷകരെ ഏതൊക്കെ രീതിയിൽ ഇമോഷനിലേക്ക് കണക്ട് ചെയ്യാവോ എന്നുള്ള ഒരു കാര്യമാണ് ഇതിനകത്ത് വർക്കൗട്ട് ചെയ്തത്. നിവിൻ പോളി ആസ് യൂഷ്വൽ, നിവിൻ പോളി ഇപ്പോൾ ഫാർമയ്ക്കൊക്കെ ശേഷം വീണ്ടും നിവിൻ പോളി ഇതൊരു വളരെ ഫീൽ ഗുഡ് ആയിട്ടുള്ളൊരു ഫിലിമാണ്. നമുക്ക് പ്രത്യേകിച്ച് ഇതിൻ്റെ കഥാപരിസരങ്ങളൊക്കെ നമുക്ക് കറക്റ്റീവായി നിവിൻ പോളിയുടെ ക്യാരക്ടറിലേക്ക് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും. കാര്യം എയ്ത്തിസ്റ്റിനൊപ്പം തന്നെ നിവിൻ പോളിയുടെ വളരെ ഫണ്ണായിട്ടുള്ള കാര്യങ്ങൾ, അദ്ദേഹം ഒരു ഗിറ്റാർ പ്ലെയറാണ്. ശരിക്കും വിജയങ്ങൾ വരിക്കാത്ത ഒരാളാണ് അദ്ദേഹം. കാര്യം അദ്ദേഹത്തിൻ്റെ ഫാദർ ആയിട്ടും കണക്ഷനില്ല, ചേട്ടനുമായിട്ടും അങ്ങനെയൊക്കെയുള്ള അവരൊക്കെ ശരിക്കും ഒരുപാട് പൂജാതി കർമ്മങ്ങളൊക്കെ ചെയ്ത് ലൈഫിൽ വേറൊരു രീതിയിൽ പോവുകയാണ്. പക്ഷേ ഇദ്ദേഹം ആ ഒരു പാറ്റേണിലേക്ക് ഫോളോ അപ്പ് ചെയ്യാതെ ഇദ്ദേഹത്തിൻ്റെതായ ഒരു ശൈലി മുമ്പോട്ട് കൊണ്ടുപോകുന്നു. പക്ഷേ അങ്ങനെ ഒരാളിലേക്കാണ് ഇങ്ങനെ ഒരു ക്യാരക്ടർ വന്നു കഴിയുമ്പോൾ ഉണ്ടാകാവുന്ന വ്യത്യാസങ്ങളാണ് ഈ സിനിമയുടെ ഉടനീളം വർക്കൗട്ട് ചെയ്തിരിക്കുന്നത്. റിയ ഷിബു ഇതിനകത്തൊരു ഷോ സ്റ്റീലർ എന്ന് പറയാം. കാര്യം ഗംഭീരമായിട്ട് ആ ക്യാരക്ടറിനെ പിടിച്ച് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് അങ്ങനെയുള്ളൊരു ക്യാരക്ടറിൻ്റെ യഥാർത്ഥ മോട്ടീവിലേക്കൊക്കെ വരുമ്പോൾ പുള്ളിക്കാരുടെ പെർഫോമൻസ് ഗംഭീരമാണ്. അതുപോലെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. ഇപ്പം അൽഫോൺസ് പുത്രനുണ്ട്, വളരെ സിമ്പിളായിട്ടൊരു ഡോക്ടറുടെ റോൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതുപോലെ അൽതാഫ് സലീമുണ്ട്, അജു വർഗീസും നിവിനുമായിട്ടുള്ള കോമ്പിനേഷൻസുകളൊക്കെ ഗംഭീരമാണ്. അത്യാവശ്യം വർക്കൗട്ട് ചെയ്യുമ്പോൾ സിനിമ മുമ്പോട്ട് പോകുമ്പോൾ അവരുടെ ഹ്യൂമറിന്, പ്രത്യേകിച്ച് ആ ഒരു ക്യാരക്ടർ, ഈ കഥാപരിസരങ്ങളാണ് ഇതിൻ്റെ ഒരു ഹ്യൂമർ പലപ്പോഴും മുമ്പോട്ട് നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യാൻ പ്രാധാന്യത്തിലേക്ക് വരുന്നത്. അതുപോലെ പിന്നീടുള്ള ക്യാരക്ടേഴ്സുകളെല്ലാം ഇപ്പം രഘുനാഥ് പലേരിയുടെ ക്യാരക്ടറുണ്ട്. രഘുനാഥ് പലേരിയുടെ ക്യാരക്ടർ അച്ഛൻ്റെ ക്യാരക്ടറാണ്. അതുപോലെ കുറേ നല്ല ഇമോഷൻസുകൾ പല സിനിമകളിലും നമുക്കറിയാം. ഇപ്പോൾ ഈ അച്ഛനും നിവിൻ്റെ ക്യാരക്ടറുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പൊക്കെ അവർ ഒരു വീട്ടിൽ കാറുണ്ട്, പക്ഷേ നിവിൻ ആ കാർ യൂസ് ചെയ്യുന്നില്ല. പക്ഷേ ആ കാർ യൂസ് ചെയ്യുന്ന ഒരു അവസരം അച്ഛനോട് ചോദിക്കുന്ന സമയത്ത് അച്ഛൻ അതുവരെ അനുഭവിച്ചിരുന്ന മാനസിക എന്തായിരുന്നു അച്ഛൻ മുറിയിൽ അനുഭവിച്ചിരുന്ന എന്നുള്ളൊരു
ശരിക്കും അച്ഛൻ്റെ മുറി അപ്പോഴാണ് ശരിക്കും സിനിമയിൽ നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് അവതരിപ്പിക്കുന്നത്. ആ സമയത്ത് അദ്ദേഹത്തിനുള്ള വിഷയങ്ങളെക്കുറിച്ചൊക്കെ അവർ ഗംഭീരമായിട്ടത് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ റിയ ഷിബുവിൻ്റെ ക്യാരക്ടർ നിവിനുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ വളരെ ട്വിസ്റ്റും ടേണും ഒക്കെ വരുന്നത് പ്രീതി മൂത്തൻ്റെ ക്യാരക്ടർ വരുന്നതോടുകൂടിയാണ്. ആ ക്യാരക്ടറും വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. പക്ഷേ ആ ക്യാരക്ടർ പ്രണയത്തിന് പ്രത്യേകമായ ഒരു ഡെഫിനിഷൻസ് കൊടുക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. അത് എങ്ങനെ നോക്കിയാലും ഈ സിനിമ പലപ്പോഴും നമ്മൾ പറയുമ്പോൾ ഈ സിനിമയിൽ പലപ്പോഴും അത്ഭുതങ്ങൾ സംഭവിക്കില്ല. പക്ഷേ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്ക്രിപ്റ്റിൽ നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ അത് കിട്ടും. പ്രത്യേകിച്ച് ഈ സിനിമയ്ക്ക് പലപ്പോഴും നമ്മുടെ ഈ ഇന്നത്തെ കാലത്ത് കുറച്ചും കൂടെ ആൾക്കാരുമായിട്ട് കണക്ട് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരുപാട് സീക്വൻസുകളും ഇവർ വ്യക്തമായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ഏറ്റവും പ്രധാനം ഇതിനകത്ത് ഗാനങ്ങളൊക്കെ ജസ്റ്റിൻ പ്രഭാകരനാണ് ഗാനങ്ങൾ ചെയ്തിരിക്കുന്നത്. 3ഓളം ഗാനങ്ങൾ ചിന്മയ് പാടിയ സോങ് അത്യാവശ്യം നന്നായിട്ട്, വിനീത് പാടിയ സോങ് ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതിനകത്തൊരു ഫൈറ്റ് സീക്വൻസ് അവർ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. അത് വർക്കൗട്ട് ചെയ്തിരിക്കുന്ന സമയത്ത് ഈ ചാക്യാർ കൂത്തിൻ്റെയൊക്കെ സമയത്ത് ഉപയോഗിക്കുന്ന ചില ഒരു ബീറ്റിംഗ് ശൈലിയൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് കൊള്ളാം, അത് നന്നായിട്ട് സിനിമയിൽ വന്നിട്ടുണ്ട്. അതുപോലെ ഈ പ്രധാന ഇമോഷൻസുകളാണ് ഈ റിയലിസ്റ്റിക് മാജിക്കൽ ടോണുകൾ സിനിമയിൽ ഉപയോഗിക്കുമ്പം ഉണ്ടാകാവുന്ന വലിയ വിഷയങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭാവനയേക്കാൾ വികാരങ്ങൾക്ക് മുൻതൂക്കം നൽകി ചെയ്യുക എന്നുള്ളതുള്ള അത് ശരിക്കും ഇതിനകത്ത് ഇവർ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. നല്ല ഗംഭീരമായിട്ട് ഇവരത് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ശരിക്കും ഈ സിനിമ നമ്മളോട് സംവേദിക്കുന്നത് ഈ പറഞ്ഞ രീതിയിലൊക്കെ ആണെങ്കിലും അതുപോലെ തന്നെ ഈ വിശ്വാസങ്ങളെ ചോദ്യം ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളും ഇവർ നന്നായിട്ടുണ്ട്. അതുപോലെ ശരൺ വേലായുധനാണ് ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നത്. പ്രേക്ഷകർക്ക് വളരെ എൻ്റർടൈനിങ് ആവുന്ന രീതിയിലാണ് അതിൻ്റെ വർക്കൊക്കെ പോയിരിക്കുന്നത്. അതുപോലെ പിന്നെ സത്യനന്ദിക്കാടിൻ്റെ സിനിമകളിലൊക്കെ നേരത്തെ ഉണ്ടായിരുന്ന സ്ത്രീകളുടേതായ ക്യാരക്ടേഴ്സിൻ്റെ എല്ലാ ഭംഗികളും, പ്രത്യേകിച്ച് കരുണ അല്ലെങ്കിൽ ക്ഷമ, നമുക്ക് ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ള ധൈര്യങ്ങൾ, അഫെക്ഷൻ, ഇതിനെയൊക്കെ അവർ എത്രത്തോളം ഭംഗിയായി ചിത്രീകരിക്കാവോ അതെല്ലാം ഭംഗിയായി ചിത്രീകരിച്ചിട്ടുണ്ട്. നിവിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഹിറ്റ് അല്ലെങ്കിൽ അതിന് മുകളിലോട്ട് പോകും. പ്രത്യേകിച്ച് ബാക്കിയുള്ള സിനിമകൾക്കൊന്നും വലിയ അഭിപ്രായങ്ങൾ കിട്ടാത്തിടത്തോളം ഈ സിനിമ പ്രേക്ഷകരിലേക്ക് കൂടുതലായി കൺവിൻസ് ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പിന്നെ ഈ ഇങ്ങനെ പ്രേതത്തിൻ്റെ ഒരു ക്യാരക്ടർ ഉപയോഗിച്ചു എന്ന് പറയുമ്പോൾ ആ ക്യാരക്ടറിൻ്റെ യഥാർത്ഥ ഇമോഷൻ ഉണ്ടല്ലോ, അത് ഈ സിനിമയിൽ ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. അത് പ്രേക്ഷകരെ പ്രത്യേകിച്ച് പിടിച്ചിരുത്താൻ സാധിക്കുന്ന ഒരു ഘടകം അതിനകത്തുണ്ട്. അതിൻ്റെ ഇമോഷൻ നമുക്ക് തീർച്ചയായും കണക്റ്റാവും. പിന്നെ ഈ അത്ഭുതങ്ങൾ വിശ്വാസം ചോദിക്കുന്നില്ല എന്ന് പറയുന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് പലപ്പോഴും ഉണ്ട്. അപ്പം നിലനിൽക്കുമെന്നാണ് പറയുന്നത്. ഈ സിനിമ പ്രേക്ഷകർക്കൊപ്പം തന്നെ നിലനിൽക്കും. സർവമായ തീർച്ചയായിട്ടും ക്രിസ്മസിന് ഒരു ഗിഫ്റ്റാണ്. ഫാമിലി സഹിതം കാണാവുന്ന, എൻ്റർടൈൻ ചെയ്യാവുന്ന, തീർച്ചും ഇങ്ങനെ മാജിക്കൽ റിയലിസം ഫീൽ ചെയ്യുന്ന പ്രേക്ഷകരെ തീർച്ചയായും ഒരു എൻജോയ്മെൻറ്റ് റൈഡിന് സഹായിക്കുന്നൊരു സിനിമ എന്ന രീതിയിൽ നമുക്ക് കാണാം. വാച്ച് ഇറ്റ് ഓൺ തിയേറ്റേഴ്സ്.